ഇന്ന് നമ്മൾ ചെയ്യാൻ പോവുക റിയൽ ലൈഫ് ജിം ടെസ്റ്റ് ബോട്ട് എയർഡോപ്പ് ലൂപ്പിൻ്റെ. സോ ഇതിനെ ഞാൻ ഒരു 15 days ആയിട്ട് ജിമ്മിൽ യൂസ് ചെയ്യുവാണ്. സോ ഇപ്പം നമ്മൾക്ക് എൻ്റെ ജിം ടെസ്റ്റ് നോക്കാം. അത് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് സംസാരിക്കാം ഇതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, പിന്നെ ഇതുകൊണ്ട് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം ജിമ്മിൻ്റെ അകത്ത്. എന്നാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇപ്പം നമ്മൾക്ക് സംസാരിക്കാം എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന്. സോ ബേസിക്കലി ഏത് എക്സസൈസിൽ യൂസ് ചെയ്താലും ഇത് വീഴാൻ പോകുന്നില്ല, കാരണം എൻ്റെ ഗ്രിപ്പ് നല്ലതാണ്. പക്ഷേ നിങ്ങളുടെ മുടിയുടെ ലെങ്ത് കൂടുതലാണെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട്. സോ ബേസിക്കലി ഞാൻ മുടി തുറന്നിട്ട് എക്സസൈസ് ചെയ്യുമ്പം ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ കൈ തിരിച്ചു വരുമ്പം ഞാൻ ഇതിങ്ങനെ ടച്ച് ചെയ്യും. പിന്നെ ഇത് ടച്ച് ആകുമ്പോൾ ഇതിങ്ങനെ വന്നിട്ട് വീണു പോകും. സോ അത് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു എനിക്ക്. ഞാൻ ഒത്തിരി പ്രാവശ്യം ഇതിനെ ടച്ച് ചെയ്തു, 2 പ്രാവശ്യം ഇത് വീണിട്ടുണ്ട്. ബാക്കി എല്ലാ സമയം ഇത് ചുമ്മാ ഇങ്ങനെ ആയിട്ട് ഇവിടെ സ്റ്റക്കായി. പിന്നെ എനിക്കിത് തിരിച്ചിങ്ങനെ ഇടേണ്ടി വന്നു. സോ ഫിറ്റ് വൈസ് നിങ്ങളിത് ടച്ച് ചെയ്തില്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല, സ്ഥലത്തിൽ തന്നെ ഇരിക്കും. പക്ഷേ എൻ്റെ പ്രോബ്ലം ഫിറ്റ് അല്ല, എൻ്റെ പ്രോബ്ലം ഇതിൻ്റെ ടച്ച് സെൻസിറ്റിവിറ്റിയാണ്. സോ ബേസിക്കലി ഇതിൻ്റെ ടച്ച് കൺട്രോൾസ് പുറകെയാണ്. സോ ഞാനിതിങ്ങനെ ഇടുമ്പം ഈ സ്ഥലം എൻ്റെ തലയുടെ അടുത്തിവിടെയാണ്. എൻ്റെ മുടി നനഞ്ഞു പോവും. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പം സ്വെറ്റൊക്കെ വന്നിട്ട് ഇത് നനഞ്ഞു പോവും. പിന്നെ അത് പോയിട്ട് അതിനെ ടച്ച് ചെയ്യും. എൻ്റെ മ്യൂസിക് പോസായി. ചില സമയം കൂടുതൽ ടച്ചായി വെച്ചാൽ ഇയർബഡ് ഓഫായി. സോ അത് ആയിക്കൊണ്ടിരുന്നു എൻ്റെ കൂടെ. അത് കാരണം നിങ്ങൾ ടെസ്റ്റ് വീഡിയോ കണ്ടത് ആ സമയം എൻ്റെ മുടിയെല്ലാം ഞാൻ കെട്ടിയിട്ടാണ് വെച്ചത്. കാരണം ഇത് തുറന്ന് വെച്ചാൽ എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. സോ ബെഞ്ച് പ്രസ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ മുടി തുറക്കേണ്ടി വരും. കാരണം എനിക്ക് ഫ്ലാറ്റ് ആയിട്ട് അവിടെ കിടക്കണം. സോ ആ സമയം ഇത് ഒത്തിരി ആ ടച്ച് പ്രോബ്ലം എനിക്ക് വരാറുണ്ട്. സോ നിങ്ങളുടെ അടുത്ത് കൂടുതൽ നീളമുള്ള മുടി ഇല്ലെങ്കിൽ പ്രോബ്ലം ഇല്ല. പക്ഷേ മുടി നീളമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒത്തിരി സ്വെറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പ്ലേ പോസ് ഓഫ് അങ്ങനത്തൊക്കെ ആവാൻ തുടങ്ങും. പിന്നെ മറ്റേ പ്രോബ്ലം, ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഇല്ല. സോ ടച്ച് ഓപ്ഷനെ ഓഫ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല, ഇത് എല്ലാ സമയം ഓണേ ഇരിക്കും. സോ ആ പ്രോബ്ലമിൻ്റെ ഒരു വർക്ക് അറൗണ്ട് ഇല്ല. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ബാക്കി ഫിറ്റ് വൈസ് വെരി ഗുഡ്. ടച്ച് സെൻസിറ്റിവിറ്റി. സോ ഇപ്പം നമ്മൾക്ക് സംസാരിക്കാം മെയിൻ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന്. സോ ബേസിക്കലി ഇതിൻ്റെ സൗണ്ട് ഒത്തിരി നല്ലതാണ്. പക്ഷേ ബേസ് നമ്മൾക്ക് അത്ര എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഓപ്പൺ എയർ ഇയർഫോൺ ആണ്. ഇതിൻ്റെ സ്പീക്കർ ഇവിടെയാണ്, ഇയറുടെ കനാൽ അങ്ങോട്ട്. സോ ഇത്ര ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ എൻ്റെ അടുത്ത് വേറെ ഓപ്പൺ എയർ ഇയർഫോൺസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ സൈസ് കൂടുതലാണ്. ഇത്ര വലിയ ഇയർഫോൺ ഇങ്ങനെ പോകുന്നത്, അതിൽ ബേസ് അകത്ത് തന്നെ അത് ക്രിയേറ്റ് ചെയ്യും, പിന്നെ ആ ബേസ് വരും. പക്ഷേ അതിൻ്റെ സൈസ് ഒത്തിരി വലിയതാണ്. ഇതിൻ്റെ സൈസ് ഇത്ര ചെറിയതാണ്. സോ ഇതിനകത്ത് ബേസ് ബിലോ ആവറേജ് ആണ്. ആവറേജും പറയാം. ചില സമയത്ത് നമ്മളെ ക്വയറ്റ് എൻവയൺമെൻറ്റ് ആണെങ്കിൽ ബേസ് കുറച്ചൊക്കെ കേൾക്കാൻ പറ്റും. പക്ഷേ ബേസിന് വേണ്ടിയിട്ട് ഈ ഇയർഫോൺ വാങ്ങിക്കരുത്. സൗണ്ട് ക്വാളിറ്റി നല്ലതാണ്, നമ്മൾക്ക് ജിമ്മിലൊക്കെ യൂസ് ചെയ്യാൻ ഒരു പ്രോബ്ലം വരില്ല. എല്ലാം സൗണ്ടൊക്കെ നല്ലതാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ആരെങ്കിലും വന്നിട്ട് മ്യൂസിക് ഒക്കെ ഇട്ടാൽ അത് നിങ്ങൾക്ക് നല്ലപോലെ കേൾക്കാൻ പറ്റും. ആൾക്കാർ വന്നിട്ട് ജിമ്മിൽ ചുമ്മാ സംസാരിക്കുവാണെങ്കിൽ അതും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതൊക്കെ ഡൗൺ ചെയ്യാം, കുറച്ചൊക്കെ നമ്മൾക്ക് വോല്യൂം ഹൈ ചെയ്യാം. പക്ഷെ വോല്യൂം ഹൈ ചെയ്യുമ്പം ഇതിൻ്റെ ഒച്ച വെളിയിൽ കേൾക്കാൻ പറ്റും, കാരണം ഇത് ലൗഡ് ആവും. ഇതിൻ്റെ ഓപ്പൺ എയർ ആണ്, സോ ബ്ലോക്ക് ചെയ്യുന്നില്ല, വെളിയിൽ ബ്ലീഡ് ചെയ്തിട്ട് സൗണ്ട് വരും. സോ ഇത് ഒരു സൈലൻറ്റ് ജിമ്മാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പാട്ടൊക്കെ ഇടുന്നില്ല, കൂടുതൽ സംസാരിക്കുന്നില്ല, ആ സമയം നല്ല ഇയർഫോൺ. പക്ഷേ പാട്ടൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ഒച്ചയൊക്കെ ഉണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ
നിങ്ങൾക്കിത് അത്ര ഇഷ്ടപ്പെടില്ല. എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മ്യൂസിക്കിൽ ബേസ് വേണം. എനിക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഞാൻ ബീറ്റ്സിൽ തന്നെ ഒരു നല്ല പവർ ഉള്ള മ്യൂസിക് ഇട്ടിട്ട് ഞാൻ എക്സസൈസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഇതല്ല. സോ ഇത് വേണമെങ്കിൽ റണ്ണിങ്, വാക്കിംഗ്, സൈക്ലിംഗ്, ജോഗിങ് അങ്ങനത്തെ ഒക്കെ ഔട്ട്ഡോർ ആക്ടിവിറ്റി ചെയ്യുമ്പം ആ സമയത്തിന് വേണ്ടി നല്ലതാണ്. പക്ഷേ ഏത് സിനാരിയോയിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടത്, സോ ബേസിക്കലി ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പം ഞാൻ ഒത്തിരി ഒച്ച ഉണ്ടാക്കും. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഓർത്തത് ഞാൻ അത്ര ഒച്ച ഉണ്ടാകും, പക്ഷേ ആക്ച്വലി ഞാൻ ചെയ്യുവാണ്. ആ ഒച്ച എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഇയർഫോണിൽ നോയ്സ് ക്യാൻസലിംഗ് ഉണ്ട്, എനിക്ക് എൻ്റെ ഒച്ച കേൾക്കാൻ പറ്റുന്നില്ല. സോ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അത്ര ലൗഡ് സൗണ്ട്സ് ഉണ്ടാക്കുവാണ്. സോ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായി ഞാൻ എത്ര ഒച്ച ഉണ്ടാക്കുന്നു. പിന്നെ അത് നോക്കിയിട്ട് ഞാൻ എൻ്റെ ഒച്ച കുറഞ്ഞു. സോ നിങ്ങൾക്ക് സെൽഫ് അവെയർനെസ്സിന് വേണ്ടിയിട്ട് നല്ലതാണ്. ചില സമയത്ത് ഒത്തിരി ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ പാട്ട് കേൾക്കുമ്പോൾ പാടാൻ തുടങ്ങും. സോ ചില സമയം അവർക്ക് അവരുടെ മനസ്സിൽ പാടുവാണ്, പക്ഷെ ആക്ച്വലി അവരുടെ വായിന്ന് ഒച്ച വരുന്നുണ്ട്. സോ അത് ചിലപ്പോൾ നമ്മൾക്ക് പോയിട്ട് പറയേണ്ടി വരും, നിങ്ങളുടെ ഒച്ച വെളിയിൽ വരുന്നു. സോ അവർ എംബാരസ് ആയി പോകും. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എംബാരസ്മെൻ്റ് ആവില്ല, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഒച്ച കേൾക്കാൻ പറ്റും. സോ ഇതും ഒരു റിക്വയർമെൻ്റ് ആണ്, എല്ലാവർക്കും വേണ്ടിയിട്ടല്ലായിരിക്കും. പക്ഷേ എനിക്ക് സ്വന്തം ഒച്ച കേട്ടിട്ട് മനസ്സിലായി ഇതും ഒരു നല്ല ഓപ്ഷനാണ്. സോ ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു, എൻ്റെ എക്സ്പീരിയൻസ് കണ്ടു കഴിഞ്ഞു, കേട്ട് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് സ്വയം ഡിസൈഡ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ആണോ അല്ലയോ എന്ന്. ഞാൻ ഇപ്പം അത്രേ ഉള്ളൂ. ഈ ജിം വീഡിയോന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സൗണ്ട് ടെസ്റ്റ് വീഡിയോ കാണണമെങ്കിൽ ഞാൻ അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് ഇടാം. ഞാൻ എൻ്റെ മൈക്കിൻ്റെ സൗണ്ട് ടെസ്റ്റും ചെയ്തിട്ടുണ്ട്. ഫോൺ കോൾസിന് വേണ്ടി എങ്ങനെയാണെന്ന് അതും പിടികിട്ടും. സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കമൻറ്റ്, സജഷൻ, വീഡിയോ ഇഷ്ടമുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഇൻഫർമേഷൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ, വീഡിയോയുടെ എൻഡിലും കാണും. എന്നാൽ അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.